സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. മുമ്പ് അമ്പിളിയമ്മാവൻ എന്ന ബാലമാസികയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന വേതാള കഥകൾ എന്ന സ്ഥിരം പത്നി ഓർമ്മയില്ലേ? വിക്രമാദിത്യൻ മരത്തിൽ കയറി ശവമിറക്കി തോളിലിട്ടുകൊണ്ട് പതിവ് പോലെ ശ്മശാനം ലക്ഷ്യമാക്കി നിശബ്ദനായി നടന്നു തുടങ്ങി. ഇങ്ങനെ തുടങ്ങുന്ന വേതാള കഥകൾ, ആ കഥകൾ നമുക്ക് ഒരിക്കൽ കൂടി കേട്ടാലോ? വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കഥ. വിക്രമാദിത്യൻ്റെ കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഭോജൻ എന്നു പേരുള്ള മറ്റൊരു രാജാവിനെ കൂടി നാം അറിയേണ്ടതുണ്ട്. വിക്രമാദിത്യ രാജാവിനെ പറ്റി ലോകം മനസ്സിലാക്കിയത് ഭോജരാജാവ് വഴിയാണ്. ആ കഥ ആദ്യം പറയാം. പ്രതാപശാലിയായ ഭരണാധികാരിയായിരുന്നു ഭോജരാജാവ്. രാഷ്ട്രതന്ത്രത്തിൽ അതിനിപുണനായിരുന്ന ഭോജൻ തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനായിരുന്നു ഏറെ പ്രാധാന്യം നൽകിയത്. ഒട്ടും വിശ്രമമില്ലാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. രാജ്യത്തിൻ്റെ അതിരുകൾ വ്യാപിപ്പിച്ചു, നഗരങ്ങളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു, പുഴകളിൽ നിന്ന് കനാലുകൾ വെട്ടി, കൃഷിയിടങ്ങളിൽ വെള്ളമെത്തിച്ചു, ജനങ്ങളുടെ നികുതിഭാരം കുറച്ചു, കള്ളന്മാരെയും കൊള്ളക്കാരെയും അമർച്ച ചെയ്തു. അങ്ങനെ രാജ്യമെങ്ങും സമാധാനവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞു. ഒരു ദിവസം ഭോജരാജൻ രാജ്യഭരണത്തിൻ്റെ ചുമതലകളൊക്കെ മറ്റൊരാളെ താൽക്കാലികമായി ഏൽപ്പിച്ച് കുറച്ച് ഭടന്മാരോടും മന്ത്രിയോടുമൊപ്പം വനയാത്രയ്ക്കായി പുറപ്പെട്ടു. കാടിനുള്ളിലെ അന്തരീക്ഷം ഭോജന് വളരെ ഇഷ്ടപ്പെട്ടു. വന്യമൃഗങ്ങളെ കണ്ടും അവയുടെ പിന്നാലെ ഓടിയും കാട്ടരുവിയിൽ കുളിച്ചും ഫലവൃക്ഷങ്ങൾ നൽകിയ മധുരക്കനികൾ തിന്നും നേരം പോയതറിഞ്ഞില്ല. പടിഞ്ഞാറ് ഹരിതഗിരികൾക്കപ്പുറം ചുവപ്പ് പരന്നത് ശ്രദ്ധിച്ചില്ല. ഇരുട്ടിത്തുടങ്ങിയപ്പോൾ നിരപ്പായൊരു സ്ഥലത്ത് വലിയൊരു കൂടാരം പണിത് രാജാവും പരിവാരങ്ങളും അന്തിയുറങ്ങി. ദിവസം മുഴുവനും അലഞ്ഞു നടന്നതിനാൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു. പെട്ടെന്നുറങ്ങിപ്പോയി. പിറ്റേന്നു രാവിലെ ഭോജൻ ഉറക്കമുണർന്ന് കൂടാരത്തിന് പുറത്തിറങ്ങി നോക്കി. തെളിഞ്ഞ ആകാശം, കുന്നിൻ്റെ താഴ്വരയിൽ വേലികെട്ടിത്തിരിച്ച വിശാലമായ കൃഷിയിടം, അതിൽ നിറയെ ഫലവൃക്ഷങ്ങളാണ്. കയ്യെത്തിയാൽ പറിക്കാവുന്ന തരത്തിലുള്ള തുടുത്ത മാമ്പഴക്കുലകൾ നിറഞ്ഞ തൈമാവുകളും കനം കൊണ്ട് മുന്നോട്ട് ചാഞ്ഞ കുലച്ച വാഴകളും ഇളനീര് നിറഞ്ഞ കേരവൃക്ഷങ്ങളും കണ്ടുനിന്നാൽ നേരം പോകുന്നതറിയില്ല. കുന്നിൻ ചെരുവിൽ കുടമണി തുള്ളിച്ച് മേഞ്ഞു നടക്കുന്ന പശുക്കളെ കൂടി കണ്ടപ്പോൾ ഭോജന് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. കാടിന് നടുവിൽ ഇത്ര വലിയ കൃഷിത്തോട്ടം പരിപാലിക്കുന്നത് ആരാണ്? അദ്ദേഹം മന്ത്രിയെ വിളിച്ച് അന്വേഷിച്ചു. ശരിയാണ് രാജൻ, ഇതുകണ്ട് അടിയനും അത്ഭുതപ്പെട്ടതാണ്. കാടിന് നടുവിൽ സ്ഥലം വളച്ചെടുത്ത് കൃഷി ചെയ്ത ആ മനുഷ്യനെ കാണാൻ കഴിഞ്ഞില്ല. അയാൾ നടുവിൽ ഒരു മാടം കെട്ടി അതിനുള്ളിൽ കഴിയുന്നുണ്ട്. അയാളെ ഇപ്പോൾ തന്നെ വിളിച്ച് അങ്ങയുടെ മുന്നിലെത്തിക്കാം, മന്ത്രി ഉണർത്തിച്ചു. വേണ്ട മന്ത്രി, നമുക്ക് ആ സാഹസികനെ അങ്ങോട്ട് ചെന്നു കാണാം. ഭോജൻ മുന്നിട്ടിറങ്ങി. രാജാവ് മുൻപിലും മന്ത്രി പിന്നിലുമായി വേലിക്കെട്ട് കടന്നു നടന്നു. പനയോല കൊണ്ട് മറച്ച ഒരു കുടിൽ. അതിന് ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും അവിടെ എത്തിയ നേരം വാതിൽ തുറന്ന് ഒരാൾ പുറത്തു വന്നു. രണ്ട് അതിഥികളെ കണ്ട നേരം വർദ്ധിച്ച സന്തോഷത്തോടെ ആ കൃഷിവലൻ അവരെ കുടിലിനുള്ളിലേക്ക് ക്ഷണിച്ചു. നാടുകാക്കുന്ന രാജാവാണ് തൻ്റെ അതിഥിയായി എത്തിയത് എന്നുകൂടി അറിഞ്ഞപ്പോൾ കൃഷിക്കാരൻ്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. ദൈവമേ, ഇതിലും വലിയൊരു മഹാഭാഗ്യം എനിക്കു ലഭിക്കാനില്ല. ഈ സാധുവിൻ്റെ മാടപ്പുര സന്ദർശിക്കാനെത്തിയ അങ്ങയ്ക്ക് എൻ്റെ സാദര പ്രണാമം. രാജാവിന് ആ മനുഷ്യനോട് വലിയ ആദരവ് തോന്നി. ഇത്രയും വിനയവും സംസ്കാരവുമുള്ള ആളുകളെ നഗരത്തിൽ പോലും കണ്ടെത്താൻ പ്രയാസം. വൃത്തിയുള്ള വേഷം, ശുദ്ധമായ ഭാഷ, വശ്യമായ പെരുമാറ്റം. തൻ്റെ തോട്ടത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും വേണ്ടുവോളം പറിച്ചെടുക്കാൻ ഒരു മടിയും വരുതെന്ന് അയാൾ പറഞ്ഞു. അങ്ങും അങ്ങയുടെ കൂടെ വന്നിട്ടുള്ളവരും എൻ്റെ അതിഥികളാണ്. അതിഥി ദേവോ ഭവ എന്നല്ലേ ശാസ്ത്രം. ആ കർഷകൻ്റെ വാക്കുകൾ
രാജാവിന് തികച്ചും ഹിതമായി തോന്നി. അയാളുടെ വാക്കുകൾ അനുസരിച്ച് പടയാളികൾ പച്ചക്കറികളും കിഴങ്ങുകളും വൃക്ഷങ്ങളിൽ കയറി പഴങ്ങളും ശേഖരിക്കാൻ തുടങ്ങി. രാജാവ് ആ നല്ല മനുഷ്യനോട് നന്ദി പറഞ്ഞ് മടങ്ങിപ്പോന്നു. ആ കൃഷിക്കാരനാകട്ടെ കുടിലിൽ നിന്നിറങ്ങി പടിവരെ നടന്ന് ഭോജരാജനെ യാത്രയാക്കി. ആ സമയം അയാളുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത പഴങ്ങളും മറ്റും കൂടകളിലും ചാക്കുകളിലും നിറയ്ക്കുകയായിരുന്നു രാജാവിൻ്റെ അനുചരന്മാർ. ഒരു നേരത്തെ കുശാലായ ഭക്ഷണത്തിനുള്ള വക കിട്ടിയതിൻ്റെ സന്തോഷത്തിമിർപ്പിലായിരുന്നു അവർ. പടിവാതിലെത്തിയ കൃഷിക്കാരൻ ശബ്ദഘോഷം കേട്ട് തിരിഞ്ഞു നോക്കി. ഭടന്മാർ തൻ്റെ കൃഷിയിടത്തിൽ കയറി ഫലമൂലാദികൾ ശേഖരിക്കുന്നത് കണ്ട് അയാൾ വിളിച്ചു കൂവി. അയ്യോ നാട്ടുകാരെ, ഓടിവരണേ! കള്ളന്മാർ എൻ്റെ തോട്ടത്തിൽ നിന്നെല്ലാം കട്ടുകൊണ്ടുപോണേ! രാജാവ് അത് കേട്ട് അമ്പരന്നു പോയി. ഇതെന്തു കഥ? പഴങ്ങളും പച്ചക്കറികളും ആവശ്യം പോലെ പറിച്ചെടുക്കാൻ അങ്ങല്ലേ അനുവാദം തന്നത്? ഇങ്ങനെ മാറിപ്പറയുന്നത് കഷ്ടമല്ലേ? കർഷകൻ തലതിരിച്ച് ഭോജരാജാവിനെ നോക്കി. താനാരാ? ഈ കള്ളപ്പരിശുകളുടെ തലവൻ താനാണല്ലേ? തൻ്റെ തൊഴിൽ മോഷണമാണല്ലേ? തന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. അയാൾ മാടപ്പുരയിലേക്ക് ധൃതിയിൽ നടന്നു. കുടിലിനുള്ളിൽ സൂക്ഷിച്ചിട്ടുള്ള ഏതോ ആയുധമെടുക്കാനാണ് അയാളുടെ പോക്കെന്ന് രാജാവിന് തോന്നി. ഭോജരാജൻ മന്ത്രിയുടെ നേരെ നോക്കി. മന്ത്രി തിരിച്ചു. ഭടന്മാരെ വിട്ട് അയാളെ പിടിച്ച് 4-5 പൂശു കൊടുക്കട്ടെ? മന്ത്രി ചോദ്യഭാവത്തിൽ രാജാവിനെ നോക്കി. അരുത്, തടഞ്ഞുകൊണ്ട് രാജാവ് പറഞ്ഞു. ഇത് അയാളുടെ കൃഷിയിടമാണ്. നമുക്ക് ഇവിടെ അധികാരമൊന്നുമില്ല. തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു, മന്ത്രി പിറുപിറുത്തു. പറിച്ചെടുത്ത ഫലമൂലാദികൾ അവിടെ തന്നെ ഉപേക്ഷിക്കാൻ മന്ത്രി ഭടന്മാർക്ക് ഉത്തരവ് നൽകി. അപ്പോഴേക്കും ആ കൃഷിക്കാരൻ മാടപ്പുരയുടെ മുറ്റത്തെത്തിയിരുന്നു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കി ഒരു പുഞ്ചിരിയോടെ വിളിച്ചു. ഏയ്, പഴങ്ങളും പച്ചക്കറികളുമൊക്കെ ഇത്ര കുറച്ച് മതിയോ? ആദ്യമായിട്ടല്ലേ എൻ്റെ ആതിഥ്യം സ്വീകരിക്കുന്നത്? കൂടുതൽ പറിച്ചെടുത്തോളൂ, എനിക്കത് സന്തോഷമാണ്. അല്പനേരം മുമ്പ് തങ്ങളെ ചീത്ത വിളിച്ച മനുഷ്യൻ ഇതാ തികഞ്ഞ മാന്യതയോടെ കൈകൂപ്പി പുഞ്ചിരിക്കുന്നു. ഇയാൾക്കിതെന്തു പറ്റി? മന്ത്രി അയാളുടെ ഭാവമാറ്റം കണ്ടു സംശയലേശമെന്നേ പറഞ്ഞു. മഹാരാജൻ, നമുക്ക് വേഗം സ്ഥലം വിടാം. ആ മനുഷ്യന് ചിത്തഭ്രമമാണ്. പക്ഷേ ഭോജരാജാവ് ചിന്താകുലനായിരുന്നു. ആ കൃഷിക്കാരന് ഭ്രാന്താണെന്ന് കരുതുക വയ്യ. ഭാവമാറ്റം ഭ്രാന്താകുന്നതെങ്ങനെ? രാജാവ് നോക്കി നിൽക്കുകയായിരുന്നു. അതുകണ്ട് കൃഷിക്കാരൻ വീട് വിട്ട് പുരയിടത്തിലേക്ക് ഇറങ്ങി. അടുത്ത ക്ഷണം അയാളുടെ പ്രകൃതം ആകെ മാറി. എൻ്റെ കൃഷിയിടത്തിൽ കടന്ന് തന്നിഷ്ടം കാട്ടുന്നോ? എത്ര വളരെ വിളകളാണ് പറിച്ചുകൂട്ടിയത്! ഇതിൻ്റെ നഷ്ടപരിഹാരം തന്നിട്ട് കടന്നുപോയാൽ മതി. എല്ലാം കേട്ടുനിന്ന ഭോജരാജാവിൻ്റെ മനസ്സിൽ ആശ്ചര്യത്തെക്കാളേറെ കൗതുകമായിരുന്നു, കോപത്തെക്കാളേറെ ഔത്സുക്യമായിരുന്നു. ഒരു കാര്യം ഉറപ്പായി, മാടപ്പുരയുടെ മുറ്റത്ത് കയറുന്ന നിമിഷം ആ മനുഷ്യൻ സൗമ്യനാകുന്നു. അയാളുടെ ഭാഷ പരിഷ്കൃതമാകുന്നു, പെരുമാറ്റം മാന്യമാകുന്നു. ആ മുറ്റം വിട്ട് പുറത്തിറങ്ങുന്ന പാടെ എല്ലാം തകിടം മറിയുന്നു. നിൽക്കുന്ന തറ മാറുമ്പോൾ ആളിൻ്റെ തരവും മാറുന്നുവെന്നോ? അയാൾ താമസിക്കുന്ന ആ മാടപ്പുരയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട്. കാട്ടാളിനെ പോലും മഹാത്മാവാക്കുന്ന എന്തോ പൂർവാർജിത പുണ്യം ആ അന്തരീക്ഷത്തിനുണ്ട്, തീർച്ച. പിന്നെ താമസിച്ചില്ല. രാജാവ് മന്ത്രിയെ വിളിച്ച് ആ കൃഷിക്കാരൻ താമസിച്ചിരുന്ന മാടപ്പുരയും കൃഷിയിടവും വിലയ്ക്ക് വാങ്ങി കൊട്ടാരം വകയാക്കാൻ ഉത്തരവിട്ടു. തൻ്റെ വീടും കൃഷിഭൂമിയും വിട്ടുകളയാൻ ആ മനുഷ്യന് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ നിരപ്പ് വിലയുടെ 6 ഇരട്ടി കിട്ടുമെന്ന് വന്നപ്പോൾ സന്തോഷത്തോടെ പണം വാങ്ങി ഭൂമി അയാൾ ഭോജരാജാവിന് കൈമാറി. ഈ ഭൂമി വാങ്ങി എന്തു ചെയ്യാനാണ് അങ്ങയുടെ പരിപാടി? മന്ത്രി ചോദിച്ചു. കുഴിച്ചു നോക്കാൻ, ഭോജൻ മറുപടി പറഞ്ഞു. മന്ത്രിക്ക് അത്ഭുതമായി. രാജാവിൻ്റെ തലയ്ക്കും സ്ഥിരതയില്ലാതായോ എന്നുപോലും മന്ത്രി ശങ്കിച്ചുപോയി.
രാജാവ് ഫലിതം പറഞ്ഞതാവും എന്നു കരുതി മന്ത്രി തൽക്കാലം സമാശ്വസിച്ചു. പക്ഷേ സംഗതി തമാശയായിരുന്നില്ല. ഏതാനും നാളുകൾക്കുള്ളിൽ ഒരു സംഘം പണിക്കാർ ആ കൃഷിയിടത്തിൽ പണിയായുധങ്ങളുമായി എത്തി. മുളയും ഓലയും കൊണ്ട് നിർമ്മിച്ച മാടപ്പുര അവർ പൊളിച്ചു. അതിനുശേഷം ആ പുര നിന്ന സ്ഥലം വിസ്തൃതമായി കുഴിക്കാൻ ആരംഭിച്ചു. മേൽമണ്ണ് മാറി. അതിനു ചുവട്ടിൽ നല്ല ചുവന്ന നിറമുള്ള നനവുള്ള പശമണ്ണ്. പണിക്കാർ നിലം കുഴിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇടയ്ക്കിടെ ഭോജരാജാവ് ജോലിയുടെ പുരോഗതി അറിയാൻ അവിടെ എത്തിയിരുന്നു. ഒരു നാൾ നിലം കുഴിക്കുന്ന പണിക്കാർ ആശ്ചര്യത്തോടെ പണി പൊടുന്നനെ നിർത്തി. സ്വർണവർണ്ണമുള്ള ഒരു സ്തൂപികയിലാണ് പണിയായുധം ചെന്നിടിച്ചത്. അവർ സാവധാനം മണ്ണ് വീണ്ടും മാറ്റി നോക്കി. സ്തൂപിക തെളിഞ്ഞു. പിന്നെ മേൽക്കൂടും. വിവരമറിഞ്ഞ് ഭോജരാജാവ് സ്ഥലത്തെത്തി. അപ്പോഴേക്കും പണിക്കാർ വൃത്താകാരത്തിൽ കുറേയേറെ മണ്ണ് മാറ്റിയിരുന്നു. സ്വർണ സ്തൂപികകൾക്കു താഴെ തനി തങ്കത്തിൽ തീർത്ത നിറയെ പല വർണ്ണങ്ങളിലുള്ള രത്നങ്ങൾ പതിച്ച ഒരു മഹാസിംഹാസനമാണ് അവിടെ കണ്ടത്. ആ സിംഹാസനത്തിലേക്ക് കയറാൻ 32 പടികൾ ഉണ്ടായിരുന്നു. ആ പടികൾക്കു കാവലായി തൊഴുതു നിൽക്കുന്ന 32 പ്രതിമകളും. സുന്ദരികളായ ആ സാലഭഞ്ചികളെ കണ്ടാൽ ജീവനുള്ളവയെന്നേ പറയൂ. കർഷകൻ മാടപ്പുര കെട്ടി താമസിച്ചിരുന്നത് നൂറ്റാണ്ടുകളായി മണ്ണിൽ പുതഞ്ഞുകിടന്ന ആ സിംഹാസനത്തിൻ്റെ മുകളിലായിരുന്നെന്നോ? നീതിമാനായ ഏതോ ചക്രവർത്തി ദീർഘകാലം ജനഹിതമറിഞ്ഞ് ഭരണം നടത്തിയത് ആ സുവർണപീഠത്തിലിരുന്നായിരിക്കണം. ആ പുണ്യസങ്കേതത്തിൽ പാദം സ്പർശിച്ച വേളയിലെല്ലാം കർഷകനുണ്ടായ ഭാവമാറ്റം നേർദൃഷ്ടാന്തമായതാണല്ലോ. അപരിഷ്കൃതനെപ്പോലും സംസ്കാര സമ്പന്നനാക്കുന്ന, ദുഷ്കൃതനെപ്പോലും സുഹൃതിയാക്കുന്ന, അസുരനെപ്പോലും ദേവനാക്കുന്ന പരിശുദ്ധ രാജാങ്കണം. ഇനി ഈ സിംഹാസനത്തിലിരുന്ന് വേണം എനിക്കും രാജ്യകാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഭോജരാജാവ് തീരുമാനിച്ചു. വേഗം തന്നെ വിശേഷപ്പെട്ട ആ സിംഹാസനം ഭോജരാജാവ് തൻ്റെ രാജധാനിയിലെത്തിച്ചു. രാജസദസ്സിൽ യഥാവിധി സ്ഥലരക്ഷയും പുണ്യാഹവും നടത്തി സിംഹാസനം അവിടെ പ്രതിഷ്ഠിച്ചു. പിന്നെ ദിവസങ്ങളോളം നീണ്ട പൂജകൾ, ഹോമങ്ങൾ, സാധുക്കൾക്ക് അന്നദാനം, വസ്ത്രദാനം, പുരോഹിതന്മാർക്ക് പശുദാനം എല്ലാം വിസ്തരിച്ചു തന്നെ നടത്തി. അഭിഷേകത്തിനുള്ള മുഹൂർത്തം നിശ്ചയിച്ചു. രാജഗുരു അനുമതി നൽകി. വേദമന്ത്രങ്ങൾ മുഴങ്ങി. ഭോജരാജാവ് ശിരസ് നമിച്ച് സിംഹാസനത്തെ വണങ്ങി. പിന്നീട് ഭക്തിപൂർവം ആദ്യത്തെ പടിയിൽ തൻ്റെ വലതുകാൽ വെച്ചു. പെട്ടെന്ന് മധുരമെങ്കിലും ഉറച്ച ഒരു പൊട്ടിച്ചിരിയാണ് ആദ്യം കേട്ടത്. ആദ്യ പടിയിൽ നിശബ്ദയായി സ്വാഗതമോദി നിൽക്കുന്ന ആ സാലഭഞ്ചികയുടെ പൊട്ടിച്ചിരിയാണ് രാജാവ് കേട്ടത്. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി. അഭിഷേക ചടങ്ങുകൾ നിർത്തിവെച്ചു. ആ പ്രതിമയുടെ നേരെ തിരിഞ്ഞ് ഭോജരാജാവ് വിനയത്തോടെ ചോദിച്ചു, അത്യന്തം മംഗളകരമായി നടക്കുന്ന ഈ ചടങ്ങിൽ ഭവതി പരിഹാസപൂർവം പൊട്ടിച്ചിരിച്ചതെന്തേ? എന്താണിതിനർത്ഥം? പെട്ടെന്ന് ആ പ്രതിമയുടെ കണ്ണുകൾ തെളിഞ്ഞു. ചുണ്ടുകൾ ചലിച്ചു. ഒന്നാമത്തെ സാലഭഞ്ചിക പെട്ടെന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. അല്ലയോ ഭോജരാജാവേ, അങ്ങ് വലിയ രാജാവാണ്, മഹാനാണ്, പ്രജാവത്സലനാണ്. ഒക്കെ സമ്മതിച്ചു. പക്ഷേ അങ്ങിപ്പോൾ ചെയ്യാൻ പോകുന്ന സാഹസത്തെക്കുറിച്ച് വേണ്ടത്ര അറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഭോജരാജാവ് ആ പ്രതിമയുടെ നേരെ നോക്കി ഇങ്ങനെ ചോദിച്ചു, അതിനു മുമ്പ് പറയൂ, നീ ആരാണ്? മഞ്ജരി എന്നാണ് എൻ്റെ പേര്. ഞാനും ഈ പടികളിലെ മറ്റു പ്രതിമകളും സിംഹാസനത്തിൻ്റെ കാവൽക്കാരാണ്. ആവട്ടെ, ഈ സിംഹാസനത്തിൽ കയറിയിരിക്കുക എന്നത് വലിയ സാഹസമാണെന്ന് നീ പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാണ്? ഭോജൻ ചോദിച്ചു. അതു ശരി, അങ്ങയ്ക്ക് ഇതേപ്പറ്റി ഒന്നും അറിവില്ല അല്ലേ? സ്വർഗവാസികൾ പോലും ആരാധനയോടും തല്ല അസൂയയോടും നോക്കി നിന്ന മഹാസിംഹാസനമാണിത്. വിശ്വവിജയി, രാജാധിരാജൻ,
വീരാധിവീരൻ പണ്ഡിതകുലതിലകം പ്രജാനാം പ്രിയൻ ശ്രീ വിക്രമാദിത്യ ചക്രവർത്തി വാണരുളിയ സിംഹാസനമാണിത്. ആ സിംഹാസനത്തിലാണ് അങ്ങ് ആരോഹണം ചെയ്യാൻ തത്രപ്പെടുന്നത്. അങ്ങയ്ക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ട് മതിയായിരുന്നു ഈ സാഹസം. വിക്രമാദിത്യൻ, ആ പേര് സദസ്സിലാകെ മാറ്റൊലികൊണ്ടു. സിംഹാസനാരോഹണത്തിനെത്തിയ ദശസഹസ്രം ജനങ്ങൾ ശ്വാസമടക്കി നിന്നുപോയി. ഭോജരാജൻ വിശ്വാസം വരാത്ത മട്ടിൽ സാലഭഞ്ജികയെ നോക്കി. ആരാണ് ഈ വിക്രമാദിത്യൻ? ഏതുകാലത്താണ് അദ്ദേഹം ഈ നാട് വാണിരുന്നത്? വിക്രമാദിത്യ ചക്രവർത്തിയെപ്പറ്റി കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും ഭോജന് ആഗ്രഹം വർദ്ധിച്ചു. പ്രതിമ ആ ചരിത്രത്തിലേക്ക് കടന്നു. പണ്ട് പാടലീപുത്രം എന്ന നഗരത്തിൽ വിദ്യാസാഗരൻ എന്നൊരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു. കഴിയുന്നിടത്തോളം വിദ്യ നേടണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഹം. നാട്ടിലുള്ള പണ്ഡിതന്മാരെ സമീപിച്ച് അവർക്കറിയാവുന്നതെല്ലാം വിദ്യാസാഗരൻ പഠിച്ചെടുത്തു. പോരാ, ഇനിയും പഠിക്കണം. വലിയ വലിയ പണ്ഡിത ശ്രേഷ്ഠരെ കണ്ടെത്തണം. അവരുടെ ശിഷ്യത്വം സ്വീകരിക്കണം. അങ്ങനെ വിദ്യാസാഗരൻ യാത്ര തിരിച്ചു. ചെറിയൊരു ഭാണ്ഡം മാത്രമേ കയ്യിൽ കരുതിയുള്ളൂ. അതിൽ നിത്യപാരായണത്തിനുള്ള ഗ്രന്ഥങ്ങളും ജലമെടുക്കാനുള്ള ചെറിയൊരു പാത്രവും മാത്രം. നല്ല ഗുരുവിനെ തേടിയുള്ള യാത്രയാണ്. നാടുകൾ, നഗരങ്ങൾ, ജനപഥങ്ങൾ കടന്ന് യാത്ര നീണ്ടു. തനിക്കിണങ്ങിയ ഒരു മഹാഗുരുവിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലല്ലോ. നടന്നു നടന്ന് മാഗന്ധഗിരിയുടെ താഴ്വരയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. മാനുകൾ പറ്റം ചേർന്ന് തുള്ളിക്കളിച്ച് നീങ്ങുന്നത് കണ്ടപ്പോഴേ അദ്ദേഹത്തിന് തൃപ്തിയായി. ക്രൂരമൃഗങ്ങൾ ഇല്ലാത്തിടമാകണം ഇത്. അല്ലെങ്കിൽ ഈ സാധുമൃഗങ്ങൾ നിർഭയമായി ഇങ്ങനെ കളിച്ചു നടക്കുമോ? അവയുടെ നീണ്ട മിഴികളിൽ തെല്ലുമില്ല ഭയവും ആശങ്കയും. അടുത്തൊരു താമരപ്പൊയ്ക കണ്ടു. അതിനു ചുറ്റും പഴുത്തു തൊടുത്ത മാമ്പഴങ്ങൾ നിറഞ്ഞ തൈമാവുകളും. വിദ്യാസാഗറിന് ആശ്വാസമായി. ഭാണ്ഡം താഴെ വെച്ച് പൊയ്കയിലിറങ്ങി സുഖമായി കുളിച്ചു. സൂര്യനെ നോക്കി നീണ്ടു നിവർന്ന് 12 നമസ്കാരം, ജപം എല്ലാം കഴിഞ്ഞ് മാമ്പഴവും ഭക്ഷിച്ച് അടുത്തു കണ്ട വലിയൊരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ നീണ്ടു നിവർന്ന് കിടന്ന് ഇത്തിരി വിശ്രമിച്ചു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. അറിയാതെ ഉറങ്ങിപ്പോയി. ആ അരയാൽമരത്തിൽ ഒരു ബ്രഹ്മരക്ഷസ് താമസിച്ചിരുന്നു. വേദശാസ്ത്രാദി ഗ്രന്ഥങ്ങളെല്ലാം മനഃപ്പാഠമാക്കിയ ഒരു ഋഷിയായിരുന്നു ആ ബ്രഹ്മരക്ഷസ്. താനിരുന്ന അരയാൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു യുവാവ് ക്ഷീണിതനായി കിടന്നുറങ്ങുന്നത് കണ്ട ബ്രഹ്മരക്ഷസ് മെല്ലെ താഴെയിറങ്ങി വന്നു. വിദ്യാസാഗരൻ പെട്ടെന്നുണർന്നു. ജടാധാരിയായ ഒരു ആജാനുബാഹു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് ആദ്യം ഒന്നമ്പരന്നു. അടുത്ത നിമിഷം ഇരു കൈകളും കൂപ്പി ആ യുവാവ് ഇങ്ങനെ പറഞ്ഞു: പാടലീപുത്രത്തിൽ നിന്ന് വരുന്ന ഒരു ബ്രഹ്മചാരിയായ ഞാൻ ഉത്തമഗുരുവിനെ തേടിയുള്ള ദീർഘയാത്രയിലായിരുന്നു. അങ്ങയെ കണ്ടതോടെ ലക്ഷ്യപ്രാപ്തി കൈവരിച്ചതായി എനിക്ക് തോന്നുന്നു. സംശയമില്ല, അങ്ങു തന്നെ എൻ്റെ ഗുരുനാഥൻ. വിദ്യാസാഗറിൻ്റെ വാക്കുകൾ ബ്രഹ്മരക്ഷസ് സ്വീകരിച്ചു. തനിക്കറിയാവുന്നതെല്ലാം പഠിപ്പിച്ചു തരാമെന്ന് അദ്ദേഹം ഏറ്റു. 6 മാസം അവിടെ തുടർച്ചയായി താമസിച്ച് വിദ്യാസാഗരൻ ഗുരുവിൽ നിന്നും ജ്ഞാനോപദേശം സ്വീകരിച്ചു. ഋഷി പറഞ്ഞതൊക്കെയും വിദ്യാസാഗരൻ ആലിലകളിൽ കുറിച്ചു സൂക്ഷിച്ചു. ആലിലക്കെട്ടുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. ഋഷിയുടെ പാണ്ഡിത്യത്തിൽ വിദ്യാസാഗരൻ അതിശയം കൂറി. അവസാനം തനിക്കറിയാവുന്നതെല്ലാം ഋഷി ശിഷ്യനു കൈമാറി. വേദശാസ്ത്രങ്ങളും സിദ്ധികളും ശിഷ്യനു കരഗതമായി. തൻ്റെ ജന്മോദ്ദേശം പൂർത്തീകരിച്ചതായി ഋഷി അറിഞ്ഞു. നേടിയ അറിവുകളെല്ലാം യോഗ്യനായ ഒരു ശിഷ്യന് കൈമാറണമെന്നു കരുതി കഴിഞ്ഞുകൂടുകയായിരുന്നു ഞാൻ. താൻ നേടിയ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയില്ലെങ്കിൽ അയാൾ ശാപഗ്രസ്തനാകും, വിദ്യ വൃഥാവിലാകും. ഏതായാലും നിന്റെ വരവ് എൻ്റെ മോക്ഷപ്രാപ്തിക്കുള്ള വഴിയായി. ഇനി ഞാൻ മടങ്ങുകയാണ്. വിദ്യാസാഗറിന് ഗുരുവിനെ പിരിയുന്നതിൽ വലുതായ മനസ്താപമുണ്ടായിരുന്നു.
ഗുരുവചനങ്ങൾ കേട്ട് ഇനിയും മതി വന്നിട്ടില്ല. ഇനിയും എന്തൊക്കെയോ അറിയാനുള്ളതുപോലെ. പാടലീപുത്രത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഗുരു ശിഷ്യനെ ഉപദേശിച്ചു. വിവാഹം കഴിച്ച് ധർമാചരണം അനുഷ്ഠിക്കുക. നിന്റെ ജന്മം ലോകത്തിന് നന്മയായി മാറും. സൽപുത്രന്മാരെ ലഭിക്കും. പരമ്പര മാനവചരിത്രത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഗുരു ശിഷ്യനെ അനുഗ്രഹിച്ചു. അധികം താമസിയാതെ മഹാനായ ആ ഗുരുനാഥൻ പരലോകപ്രാപ്തനായി. തനിക്ക് ലഭിച്ച നിധി, മഹാജ്ഞാനത്തിൻ്റെ അമൃതബിന്ദുക്കൾ തൊട്ടെഴുതിയ വടപത്രക്കെട്ടുകൾ, അറിവിൻ്റെ സാഗരം അക്ഷരങ്ങളായി ഉറങ്ങുന്ന ആ ആലിലകളും പെറുക്കിക്കെട്ടി വിദ്യാസാഗരൻ മടക്കയാത്ര ആരംഭിച്ചു. കലിംഗദേശം കടന്നും യാത്ര തുടരവേ മെല്ലെ മെല്ലെ വിശപ്പും ക്ഷീണവും അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി. ഇക്കാലമത്രയും എല്ലാം മറന്നുള്ള പഠനമായിരുന്നു. ആഹാര നീഹാര നിദ്രാദികളെയൊക്കെ മന്ത്രം ചൊല്ലി അകലെ നിർത്തിയുള്ള പഠനം. പക്ഷേ പഠനം പൂർത്തിയായി. ഗുരുവും വിട ചൊല്ലിയതോടെ വിദ്യാസാഗറിനെ തളർച്ച ബാധിച്ചു. ആഹാരം കിട്ടിയില്ലെങ്കിലും വേണ്ട, ആദ്യം വേണ്ടത് ഉറക്കമാണ്. വിദ്യാസാഗരൻ സംശയിച്ചില്ല. സമീപത്തു കണ്ട ഒരു ഗൃഹത്തിലേക്ക് കയറി. അവിടെ ആ സമയം ആരും ഉണ്ടായിരുന്നില്ല. തൻ്റെ ഉത്തരീയമെടുത്ത് നിവർത്തി വിരിച്ച് വിദ്യാസാഗരൻ അവിടെ കിടന്നു. ഒരു നിമിഷത്തെ താമസം പോലും ഉണ്ടായില്ല. ഗാഠമായ ഉറക്കത്തിലേക്ക് അദ്ദേഹം വഴുതി വീണു. ദാസിയായ മന്ദാകിനിയുടെ ഗൃഹമായിരുന്നു അത്. ക്ഷേത്രദർശനമെല്ലാം കഴിഞ്ഞ് മന്ദാകിനി മടങ്ങിയെത്തിയപ്പോൾ ഉമ്രത്തത ഒരു മനുഷ്യരൂപം. നോക്കുമ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ്. 2-3 വട്ടം വിളിച്ചു. ഇല്ല, ഒരനക്കവുമില്ല. മന്ദാകിനി ഒന്ന് പരിഭ്രമിച്ചു. അയൽവാസികളെ വിളിച്ചുകൂട്ടി. എല്ലാവരും ചേർന്ന് കുലുക്കി വിളിച്ചിട്ടും യുവാവ് ഉണരുന്നില്ല. ആരോ ഒരാൾ വൈദ്യരെ വിളിച്ചുകൊണ്ടുവന്നു. വൈദ്യർ നാഡി പരിശോധിച്ചു. ജീവനുണ്ട്, പക്ഷേ ബോധം കെട്ടുള്ള ഉറക്കമാണ്. പരിചരണം ആവശ്യമാണ്. ശരീരത്തിൽ ജലാംശം തീർത്തും കുറവാണ്. ഈ അവസ്ഥയിൽ ആളിനെ നിർബന്ധമായി ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നത് അപകടമാണ്. കാത്തിരിക്കുക, പരിചരിക്കുക. വിദ്യാസാഗറിൻ്റെ ശുശ്രൂഷ മന്ദാകിനി ഏറ്റെടുത്തു. ദീർഘയാത്ര കഴിഞ്ഞു വന്ന് തൻ്റെ ഗൃഹത്തിൻ്റെ റേത്ത് ബോധം മയങ്ങി വീണ തേജോരൂപനായ ആ മനുഷ്യനെ വഴിയിലെറിയുക എന്നത് ശരിയല്ലല്ലോ. 2 നാൾ നീണ്ട ഉറക്കത്തിന് ശേഷം വിദ്യാസാഗരൻ കണ്ണു തുറന്നു. അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്ന മന്ദാകിനിയെ കണ്ടു. വിവരമെല്ലാം ചോദിച്ചറിഞ്ഞു. വിദ്യാസാഗരൻ തന്നെപ്പറ്റി പറഞ്ഞു. 6 മാസം നീണ്ട വിദ്യാഭ്യാസം നടത്തി മടക്കയാത്ര പോകുന്ന വഴിയിലാണ് താൻ ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയതെന്ന് അദ്ദേഹം അവരെ അറിയിച്ചു. ഈ അവസ്ഥയിൽ അങ്ങ് യാത്ര തുടരരുത്. കുറച്ചുകാലം ഇവിടെ താമസിച്ച് ആരോഗ്യം വീണ്ടെടുക്കൂ. അതിനുശേഷം മതി സ്വഗൃഹത്തിലേക്കുള്ള യാത്ര, മന്ദാകിനി പറഞ്ഞു. നടക്കാനുള്ള ത്രാണി വിദ്യാസാഗരനുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് 6 മാസമായിരിക്കുന്നു. അദ്ദേഹം അങ്ങേയറ്റം ക്ഷീണിതനുമായിരുന്നു. നാളുകൾ കടന്നുപോയി. മന്ദാകിനിയുടെ പരിചരണത്തിൽ വിദ്യാസാഗരൻ ആരോഗ്യം വീണ്ടെടുത്തു. മുഖത്ത് തേജസ് നിറഞ്ഞു. ശരീരം ദൃഢമായി. ഒരു ദിവസം വിദ്യാസാഗരൻ മന്ദാകിനിയോട് നന്ദി പറഞ്ഞ് പോകാനിറങ്ങി. ആ സമയം സങ്കടം സഹിക്കവയ്യാതെ മന്ദാകിനി ഇങ്ങനെ പറഞ്ഞു. ഇത്ര നാളും മറ്റെല്ലാ കർത്തവ്യങ്ങളും മാറ്റിവെച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് ഞാൻ അങ്ങയെ പരിചരിച്ചു. അത് ഇങ്ങനെ പെട്ടെന്നൊരു യാത്ര പറയലിന് വേണ്ടിയായിരുന്നോ? നിന്റെ ശുശ്രൂഷയാണ് എനിക്ക് ജീവനും ആരോഗ്യവും മടക്കി തന്നത്. ഞാൻ സമ്മതിക്കുന്നു. അതിലെനിക്ക് വളരെയേറെ നന്ദിയുണ്ട്. ആ നന്ദി വാക്ക് എൻ്റെ ദുഃഖത്തിന് ശമനമുണ്ടാക്കില്ല. അങ്ങ് എന്നോടൊപ്പം എന്നും ഉണ്ടാകണം. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഇനിയും മനസ്സിലായില്ലേ? അങ്ങ് എന്നെ വിവാഹം കഴിക്കണം. ഞാൻ മോഹിച്ചു പോയി. എനിക്കിനി അങ്ങയെ മറക്കാനാവില്ല. വിദ്യാസാഗരൻ ആശയക്കുഴപ്പത്തിലായി. മന്ദാകിനിയോട് തനിക്ക് നന്ദിയുണ്ട്. പോരാ, ജീവിതം തന്നെ അവളോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ വിവാഹം, അത് എന്തുകൊണ്ട് അങ്ങനെ വിവാഹം കഴിക്കുന്നില്ല? അതെനിക്കിപ്പോൾ അറിയണം. തൽക്കാലം എനിക്ക് വിവാഹം വേണ്ട. എന്തിനധികം
രണ്ടുപേരുടെയും തർക്കം ഉച്ചത്തിലായി. അതോടെ അയൽവാസികളും ബന്ധുക്കളും ഇടപെട്ടു. കലിംഗരാജാവ് നീതിപതിയാണ്. അദ്ദേഹത്തിൻ്റെ സമക്ഷത്ത് മന്ദാകിനി പരാതി സമർപ്പിക്കണമെന്നായി. വിദ്യാസാഗരനും സമ്മതിച്ചു. രാജാവ് തീരുമാനിക്കട്ടെ. കലിംഗരാജാവിൻ്റെ മുന്നിൽ ഇരുവരും എത്തി. മന്ദാകിനിയുടെ ആവശ്യം തികച്ചും ന്യായമാണെന്ന് രാജാവിന് തോന്നി. പക്ഷേ മഹാത്മൻ, വിദ്യാസാഗരൻ തൻ്റെ വാദം നിരത്തി. മന്ദാകിനി ദാസ്യകുലത്തിൽ ജനിച്ചവളാണ്. ഞാൻ ബ്രാഹ്മണനും. ഞങ്ങൾ തമ്മിൽ എങ്ങനെ വിവാഹബന്ധമുണ്ടാകും? ആപത്ഘട്ടത്തിൽ അങ്ങയോടൊപ്പം കഴിഞ്ഞ് അങ്ങയെ പരിചരിച്ചവളാണ് മന്ദാകിനി. ആ സാമീപ്യം അവൾ ഇഷ്ടപ്പെട്ടു. അവൾക്ക് അങ്ങയോട് പ്രണയമുണ്ടായി. കുലം, വർഗം, വർണ്ണം എന്നിവ ബുദ്ധിയിലല്ലാതെ മനസ്സിലില്ല എന്ന കാര്യം അങ്ങയ്ക്ക് അറിവുള്ളതാണല്ലോ, രാജാവ് പറഞ്ഞു. ശരിയാണ് മഹാത്മൻ. മന്ദാകിനിയെ കുറ്റപ്പെടുത്താൻ ഞാൻ മുതിരുന്നില്ല. ധർമ്മനീതി അനുസരിച്ച് ദാസിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് മറ്റു 3 കുലങ്ങളിൽ നിന്ന് ബ്രാഹ്മണൻ വിവാഹം കഴിക്കണമെന്നുണ്ട്. ഈ അവസരത്തിൽ മന്ദാകിനി വിവാഹം കഴിക്കുന്നതിനായി മറ്റു 3 കുലങ്ങളിലുള്ള കന്യകമാരെ എവിടെ നിന്ന് ലഭിക്കാനാണ്? ഈ വാദം രാജാവ് സ്വീകരിച്ചു. മറ്റു 3 കുലങ്ങളിലുള്ള കന്യകമാരെ കണ്ടെത്തിയാൽ മന്ദാകിനിയെയും സ്വീകരിക്കുന്നതിന് വിരോധമില്ല എന്നാണല്ലോ വിദ്യാധരൻ സൂചിപ്പിക്കുന്നത്. ബ്രാഹ്മണനായിരുന്നു കലിംഗരാജാധിപൻ. അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു കനകാംഗി. തൻ്റെ മകളെ വിദ്യാസാഗരന് നൽകുന്നതിൽ രാജാവിന് സന്തോഷമേയുള്ളൂ. ക്ഷത്രിയനായ മന്ത്രി വേദാചാര്യനും മകൾ മാലതിയെ വിദ്യാസാഗരന് നൽകുന്നതിൽ എതിർപ്പുണ്ടായില്ല. കുലപതി എന്ന വൈശ്യപ്രമുഖനും തൻ്റെ മകൾ സുമംഗളയെ വിദ്യാസാഗരന് നൽകാൻ മുന്നോട്ട് വന്നു. അങ്ങനെ തടസ്സങ്ങളെല്ലാം നീങ്ങി. വിദ്യാസാഗരൻ കനകാംഗി, മാലതി, സുമംഗള, മന്ദാകിനി എന്നിങ്ങനെ 4 കന്യകമാരെ വിവാഹം ചെയ്തു. കന്യാദാനമായി ധാരാളം പൊന്നും പണവും പിതാക്കന്മാർ നൽകി. ഈ 4 കന്യകമാർ 4 കുട്ടികൾക്ക് ജന്മം നൽകി. കനകാംഗിക്ക് വരരുചിയും, മാലതിക്ക് വിക്രമാദിത്യനും, സുമംഗളയ്ക്ക് ഭട്ടിയും, മന്ദാകിനിക്ക് ഭർതൃഹരിയും പിറന്നു. വിദ്യാസാഗരൻ തൻ്റെ 4 കുട്ടികളെയും വാത്സല്യത്തോടെ വളർത്തി. നല്ല വിദ്യാഭ്യാസവും നൽകി. 4 പുത്രന്മാരും അതിസമർത്ഥന്മാരായിരുന്നു. വാർദ്ധക്യമായപ്പോൾ കലിംഗരാജാവ് രാജ്യത്തിൻ്റെ ഭരണഭാരം വിദ്യാസാഗരനെ ഏൽപ്പിച്ചു. അധികം താമസിയാതെ രാജാവ് പരലോകപ്രാപ്തനായി. സർവശാസ്ത്രപരംഗതനായ വിദ്യാസാഗരൻ ധർമാനുസാരിയായി രാജ്യം ഭരിച്ചു. വർഷങ്ങൾ കടന്നുപോയി. കുട്ടികൾ വളർന്നു. വിദ്യാസാഗരന് പ്രായമായി. മരണക്കിടക്കയിൽ കിടന്ന് അദ്ദേഹം തൻ്റെ പ്രിയ പത്നിമാരെയും പുത്രന്മാരെയും അരികിൽ വിളിച്ചു. തനിക്ക് ലഭിച്ച എല്ലാ ഉയർച്ചയുടെയും കാരണം മന്ദാകിനിയാണെന്നറിയുന്ന വിദ്യാസാഗരൻ അവളുടെ പുത്രനായ ഭർതൃഹരിയെ അടുത്ത കിരീടാവകാശിയായി പ്രഖ്യാപിച്ചു. മറ്റു പുത്രന്മാർ ആ നിർദ്ദേശം സസന്തോഷം സ്വീകരിച്ചു. മൂത്ത പുത്രനായ വരരുചിക്ക് പിതാവിൻ്റെ പാത പിന്തുടരുന്നതായിരുന്നു താൽപ്പര്യം. പഠിക്കാനും അറിവ് നേടാനുമായിരുന്നു ആഗ്രഹം. വിദ്യാസാഗരൻ ഇഹലോകവാസം വെടിഞ്ഞതിനു ശേഷം വിധിയാവണ്ണം അന്ത്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മൂത്തപുത്രനായ വരരുചി ദേശാടനത്തിന് ഇറങ്ങിത്തിരിച്ചു. വേദവേദാന്തങ്ങൾ പഠിക്കുന്നതിനും തപസ്സു ചെയ്യുന്നതിനുമായി അദ്ദേഹം സ്വജീവിതം നീക്കിവെച്ചു. മറ്റു പുത്രന്മാർ ഭർതൃഹരിയെ സഹായിച്ചു കഴിഞ്ഞുകൂടി. നീതിന്യായമനുസരിച്ചും ജനഹിതമറിഞ്ഞും ഭർതൃഹരി രാജ്യഭരണം നടത്തി. കലിംഗദേശത്ത് സമാധാനവും സമ്പൽസമൃദ്ധിയും നിറഞ്ഞു. ഒരു നാൾ കലിംഗദേശത്ത് തപസ്വിയായ ഒരു മഹാപണ്ഡിതൻ വന്നുചേർന്നു. രാജസദസ്സിലെത്തിയ അദ്ദേഹത്തെ ഭർതൃഹരി സ്വീകരിച്ചാനയിച്ചു. പാദപൂജയും ശുശ്രൂഷയും ചെയ്തു. മഹാപണ്ഡിതൻ സംതൃപ്തനായി. മടങ്ങാൻ നേരം വിശേഷപ്പെട്ട ഒരു മാമ്പഴം അദ്ദേഹം രാജാവിന് സമ്മാനമായി നൽകി. ദേവലോകത്തു നിന്ന് ലഭിച്ച അത്ഭുതസിദ്ധിയുള്ള ഒരു മാമ്പഴമാണിത്. ഈ മാമ്പഴം കഴിക്കുന്നയാളിന് നിത്യയുവത്വം വന്നുചേരും. ഇത് അങ്ങേക്കിരിക്കട്ടെ. രാജാവ് സാദരം ആ മാമ്പഴം കൈനീട്ടി വാങ്ങി. നിത്യയുവത്വത്തിലൊന്നും ഭർതൃഹരിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിക്ക് അത് അദ്ദേഹം സമ്മാനിച്ചു. തൻ്റെ പ്രിയ എക്കാലവും യൗവനവും സന്തോഷവും അനുഭവിച്ചു കഴിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് അവളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരുന്നു.
അന്ന് വൈകുന്നേരം കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ കാറ്റുകൊണ്ട് ഉലാത്തിയിരുന്ന രാജാവ് ദൂരെ കുതിരാലയത്തിൽ നിന്നും ചാണകവും വാരി കുട്ടയിൽ നിറച്ച് നടന്നു വരുന്ന ഒരു യുവതിയെ ശ്രദ്ധിച്ചു. കൊട്ടാരത്തിലെ അടിച്ചുതളിക്കാരിയായിരുന്നു ആ സ്ത്രീ. ചാണകക്കുട്ടയുടെ മുകളിൽ വിശേഷപ്പെട്ടൊരു മാമ്പഴം ഇരിക്കുന്നത് അദ്ദേഹം കണ്ടിരുന്നു. താൻ പ്രേമപുരസരം തൻ്റെ പത്നിക്കു നൽകിയ മാമ്പഴം എങ്ങനെ ചാണകക്കുട്ടയിൽ കയറിക്കൂടി? ജോലിക്കാരി മോഷ്ടിച്ചതാവുമോ? അദ്ദേഹം ഉടൻ തന്നെ ആ സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ഭയന്നു വിറച്ച് അവർ രാജസമക്ഷം എത്തി. ആ കുട്ടയിലിരിക്കുന്ന മാമ്പഴം എങ്ങനെയാണ് നിനക്ക് കിട്ടിയത്? രാജാവ് ചോദിച്ചു. അത് അവർ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. ധൈര്യമായി പറഞ്ഞോളൂ, നീ മോഷ്ടിച്ചതാണോ? അയ്യോ അല്ല, എനിക്ക് ആ കുതിരക്കാരൻ സമ്മാനമായി തന്നതാണ്. കുതിരക്കാരനെ വിളിക്കാൻ രാജകൽപ്പനയായി. കുതിരക്കാരനും വിറയലോടെ രാജാവിൻ്റെ മുന്നിലെത്തി. രാജാവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ കുതിരക്കാരൻ ചൂളി. സത്യം പറയാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല. മഹാരാജ്ഞി അടിയന് നൽകിയതാണ്. ആ ഉത്തരം കേട്ട് രാജാവ് ഞെട്ടിത്തെറിച്ചുപോയി. താൻ സ്നേഹപൂർവ്വം പ്രിയതമയ്ക്ക് നൽകിയ മാമ്പഴം അവൾ കുതിരക്കാരന് സമർപ്പിച്ചിരിക്കുന്നു. അവൾക്ക് തന്നേക്കാൾ ഇഷ്ടം കുതിരക്കാരനെയാണെന്നോ? ലൗകിക വ്യവഹാരങ്ങളോടും ഭൗതിക വസ്തുക്കളോടുമുള്ള സ്നേഹം ദുഃഖമാണ് പകരം നൽകുക എന്നു രാജാവ് അറിഞ്ഞു. കിട്ടാത്ത സ്നേഹം നിരാശയ്ക്ക് വഴിതെളിക്കുന്നു. ഒന്നും തിരിച്ചു മോഹിക്കാതെ സ്നേഹിക്കണം. അത് സാധാരണക്കാരന് കഴിയില്ല, സന്യാസിക്കേ സാധിക്കൂ. ഭർതൃഹരി രാജ്യം ഉപേക്ഷിച്ചു. സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു. മാത്രമല്ല അതിനുവേണ്ട ഒരുക്കങ്ങളും ചെയ്തു. അനുജൻ വിക്രമാദിത്യനെ ഭരണച്ചുമതല ഏൽപ്പിച്ച് കൊട്ടാരത്തിനോടും പത്നിമാരോടും യാത്ര പറഞ്ഞ് ഭൗതിക സുഖങ്ങളിൽ വിരക്തനായി അദ്ദേഹം സന്യാസവൃത്തി സ്വീകരിച്ചു. കലിംഗദേശത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതി ലക്ഷ്യമാക്കി മാതൃകാഭരണം കാഴ്ചവെക്കാൻ അനുജന് കൽപ്പന നൽകിയിട്ടാണ് ഭർതൃഹരി കൊട്ടാരം ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിനിറങ്ങിയത്. വിക്രമാദിത്യൻ ജ്യേഷ്ഠൻ്റെ ആജ്ഞ തലകുനിച്ചു സ്വീകരിച്ചു. തൻ്റെ അനുജൻ ഭട്ടിയെ മന്ത്രിയാക്കി അദ്ദേഹം രാജ്യാധിപതിയായി. കുറഞ്ഞ കാലം കൊണ്ട് മികച്ച ഭരണാധികാരി എന്ന പേര് സമ്പാദിക്കാൻ വിക്രമാദിത്യന് കഴിഞ്ഞു. കലിംഗദേശത്തിൻ്റെ പേരും പെരുമയും അന്യദിക്കുകളിലേക്കും വ്യാപിച്ചു. ഒരു നാൾ വിക്രമാദിത്യൻ തൻ്റെ അനുജനും മന്ത്രിയുമായ ഭട്ടിയോട് ഇങ്ങനെ പറഞ്ഞു. ഭട്ടി, കലിംഗനാടിൻ്റെ വലിപ്പത്തിനും സമൃദ്ധിക്കും അനുസരിച്ച് തലസ്ഥാന നഗരിക്ക് സൗകര്യങ്ങൾ പോരാ എന്നെനിക്ക് തോന്നുന്നു. ഭട്ടി സമ്മതിച്ചു. തൊട്ടടുത്ത നാളിൽ ഭട്ടി നഗരനിർമ്മാണത്തിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് യാത്രയായി. എല്ലാം ഒത്തിണങ്ങിയ സ്ഥലം കണ്ടുപിടിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ നിരാശനായി ഭട്ടി മടക്കയാത്രയ്ക്കൊരുങ്ങി. ഏറ്റ കാര്യം നടത്താൻ പറ്റാതെ വന്നതിൽ ഭട്ടിക്ക് വലുതായി വിഷമം തോന്നി. മടങ്ങിച്ചെന്ന് മഹാരാജാവിനോട് എന്താണ് പറയുക? വന്ന വഴിയായിരുന്നില്ല മടക്കം. പുതിയൊരു വഴിയിലൂടെ കാടും മലയും ചുറ്റി അവസാനം അദ്ദേഹം വനജഗിരി പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തി. നിരപ്പായ പ്രദേശമായിരുന്നു അത്. രമ്യവും ശാന്തവുമായ അന്തരീക്ഷം. നടുവിൽ ഒരു ആൽമരവും അതോട് ചേർന്ന് ഒരു ഭഗവതി ക്ഷേത്രവും കണ്ടപ്പോൾ ഭട്ടിയുടെ മനസ്സ് കുളിർത്തു. ക്ഷേത്രത്തിനപ്പുറം സുമംഗള നദി ഇരുകരയും തിങ്ങി അലസഗമനം നടത്തുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ നദിയിലിറങ്ങി കൈകാലുകൾ കഴുകി 2 കവിൾ വെള്ളം കുടിച്ചു. ക്ഷീണം പമ്പ കടന്നു. വേഗം പുഴയിൽ കുളിച്ച് അടുത്തു കണ്ട ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം നടന്നു കയറി. തൊഴുതു പ്രദക്ഷിണം ചെയ്തപ്പോൾ വലിയൊരു കരിങ്കൽ തൂണ് കണ്ടു. അതിൽ ഏതൊക്കെയോ അക്ഷരങ്ങൾ കുറിച്ചിട്ടത് പൊടി തട്ടിമാറ്റി ഭട്ടി വായിച്ചെടുത്തു. നദിക്കരയിലെ വലിയ വൃക്ഷത്തിൽ വട്ടത്തിൽ കെട്ടിയിട്ട 7 ഉറികളുണ്ട്. ആ മരത്തിൽ കയറി നോക്കിയാൽ നദിയുടെ മധ്യത്തിൽ നാട്ടി നിർത്തിയ ശൂലം കാണാം. ഒറ്റവെട്ടിന് ആ ഉറികൾ 7 മുറിക്കണം. എന്നിട്ട് ആ ആയത്തിൽ നദീമധ്യത്തിലുള്ള ശൂലത്തിൽ തലകീഴായി വന്ന് പതിക്കണം. ആ ക്ഷണം ഭദ്രാഭഗവതി പ്രത്യക്ഷയാകും. സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കും. ആ സാഹസികന് അജിരേണ ചക്രവർത്തി പദവും ലഭിക്കും. ഇതായിരുന്നു തൂണിലെ ലിഖിതം. ലിഖിതം ഭട്ടി 2-3 പ്രാവശ്യം വായിച്ചു. പിന്നെ ആ നദീതീരത്തുള്ള മരത്തിനു സമീപം പോയി നോക്കി. സത്യമാണ്,
വലിയ വൃക്ഷത്തിൽ 7 ഉറികൾ ചക്രം പോലെ തൂക്കിയിട്ടിരിക്കുന്നു. നദീമധ്യത്തിൽ വെള്ളത്തിനു മീതെ ശൂലമുനിയും കാണാനുണ്ട്. കുറേ നേരം നോക്കി നിന്ന ശേഷം ഭദ്രയെ തൊഴുത് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ച് ഭട്ടി മടക്കയാത്ര ആരംഭിച്ചു. ഭട്ടി പോയതിനു ശേഷം വിവരങ്ങളൊന്നും അറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു വിക്രമാദിത്യൻ. തൻ്റെ അനുജൻ്റെ ആഗമനം അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാക്കി. തൻ്റെ യാത്രാനുഭവങ്ങളെല്ലാം ഭട്ടി വിശദമായി രാജാവിനെ ധരിപ്പിച്ചു. തലസ്ഥാന നഗരിക്ക് പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചെന്നറിഞ്ഞതോടെ വിക്രമാദിത്യന് ഇരിക്കപ്പുറതിയില്ലാതായി. കഴിവതും വേഗം അവിടെ എത്തണം. ഭട്ടി നൽകിയ കഥാകഥനം അത്ര ഉജ്ജ്വലമായിരുന്നു. ഇനി ആ സ്ഥലം നേരിൽ കാണാതെ സമാധാനമാവില്ല. താമസിയാതെ വിക്രമാദിത്യനും ഭട്ടിയും വനജഗിരിയുടെ താഴ്വരയിലെത്തി. ശാന്തമുഖിയായി സുമംഗളാ നദി ഒഴുകുന്നത് നോക്കി അല്പനേരം വിക്രമാദിത്യൻ അവിടെ നിന്നു. ചുറ്റും തലയുയർത്തി നിൽക്കുന്ന ഗിരിനിരകൾ, നടുവിലായി നിരവധി വൃക്ഷങ്ങൾ നിറഞ്ഞ സമതലത്തിന് ഒരു തപോവന പ്രകൃതമായിരുന്നു. വിക്രമാദിത്യനും ഭട്ടിയും നദിയിൽ സ്നാനവും ഭദ്രാക്ഷേത്രത്തിൽ ദർശനവും നടത്തി. ശിലാലിഖിതത്തിൽ കാണപ്പെട്ട നിർദ്ദേശമനുസരിച്ചുള്ള വൻവൃക്ഷവും അതിൽ ഉയരത്തിൽ കെട്ടിത്തൂക്കിയിട്ട 7 ഉറികളും അവർ സാഗൂതം നോക്കി നിന്നു. വട്ടത്തിൽ തൂക്കിയിട്ട ആ ഉറികൾ ഒറ്റവെട്ടിന് മുറിക്കണം. പിന്നെ അതേ ക്ഷണത്തിൽ നദീമധ്യത്തിലുള്ള ശൂലാഗ്രത്തിൽ തലകീഴായി ചെന്ന് പതിക്കുകയും വേണം. അതിപ്രഗത്ഭനായ ഒരു അഭ്യാസിക്ക് മാത്രമേ അത് സാധ്യമാകൂ. ഈ ലോകത്തിൽ ഇത്ര വലിയ സാഹസപ്രവൃത്തി ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല, വിക്രമാദിത്യ മഹാരാജാവിനല്ലാതെ, ഭട്ടി ഉറപ്പിച്ചു പറഞ്ഞു. എങ്ങനെ എന്ന ചിന്തയായിരുന്നു രാജാവിൻ്റെ മനസ്സിൽ. ഭട്ടി തൻ്റെ പ്രായോഗിക ബുദ്ധി പ്രയോഗിച്ചു. മരത്തിൽ കയറി ഒരു ഉറിയിൽ ഇടതുകാൽ ഉറപ്പിക്കണം. എന്നിട്ട് വലതുകാൽ കൊണ്ട് മറ്റുറികളെ ഓരോന്നായി അടുത്തെത്തിക്കണം. അതിനുശേഷം ഒന്ന് വട്ടം ചുറ്റിയാൽ 7 ഉറികളും ഒന്നായി പിണഞ്ഞു വരും. പിന്നെ ഒറ്റവെട്ടിന് എല്ലാ ഉറികളും മുറിക്കാൻ എളുപ്പമാണ്, ഭട്ടി പറഞ്ഞു. ഉറികൾ വെട്ടിമുറിച്ചാൽ താനുൾപ്പെടെ നേരെ നദിയിലേക്കാണ് വീഴുക. ആ വീഴ്ച ശൂലത്തിൻ്റെ മുകളിലേക്ക് ലക്ഷ്യമാക്കണം. അതും തലകുത്തി, വിക്രമാദിത്യ മഹാരാജാവ് കണക്കുകൂട്ടി. ശ്രീപാർവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഉറയിൽ നിന്ന് ഊരിയ വാളുമായി വിക്രമാദിത്യൻ ആ വലിയ വൃക്ഷത്തിലേക്ക് കയറി. ഉയരത്തിലെത്തി ഭട്ടി പറഞ്ഞതുപോലെ ഇടതുകാൽ നീട്ടി ഒരു ഉറിയിൽ ഉറപ്പിച്ചു. പിന്നീട് വലതുകാൽ നീട്ടി മറ്റെല്ലാ ഉറികളെയും ഒന്നിച്ചാക്കി. ഒരു കൈ ഉറിയിൽ പിടിച്ചു, വലതുകാൽ കൊണ്ട് മറ്റെല്ലാ ഉറികളെയും അടുത്തു പിടിച്ചു. 2 കറക്കം, 7 ഉറികളും ഒന്നായി പിരിഞ്ഞു പിണഞ്ഞു. പിന്നെ താമസിച്ചില്ല. വലതുകൈയിലെ വാൾ ഉപയോഗിച്ച് മുകൾ ഭാഗം വെട്ടിമാറ്റി. അതോടെ ഉറികളും രാജാവും താഴേക്ക് പതിച്ചു. ഉറികൾ പുഴയിലേക്ക് വീണു. പക്ഷേ രാജാവ് വായുവിൽ മലക്കം മറിഞ്ഞ് നേരെ ശൂലത്തിന് മുകളിലേക്ക് തലകുത്തി വീണു. ശൂലമനയിൽ തല തൊട്ടില്ല എന്നായപ്പോൾ അത്ഭുതം, 2 മനോഹര കരപല്ലവങ്ങൾ അദ്ദേഹത്തെ താങ്ങി. ശ്രീഭദ്ര ഭഗവതിയുടെ കൈകളിൽ താൻ സുരക്ഷിതനാണെന്ന് വിക്രമാദിത്യൻ അറിഞ്ഞു. ശ്രീഭദ്ര പ്രത്യക്ഷയായിരിക്കുന്നു. കരയിലെ വൃക്ഷച്ചുവട്ടിൽ അദ്ദേഹത്തെ എത്തിച്ച് ദീർഘകരങ്ങളാൽ അനുഗ്രഹിച്ച് ഭഗവതി മറഞ്ഞു. ഭക്തിപാരമ്യത്തിൽ ആറാടിയ വിക്രമാദിത്യനും ഭട്ടിയും ക്ഷേത്രത്തിലേക്ക് കയറി ദുർഗയെ വണങ്ങി ആയുരാരോഗ്യ സമ്പദ് സമൃദ്ധിക്കായി പ്രാർത്ഥിച്ചു. ഭഗവതി അവർക്ക് ശ്രേഷ്ഠങ്ങളായ വരങ്ങളെ നൽകി. വിക്രമാദിത്യ മഹാരാജാവിനും പ്രജകൾക്കും സകലവിധ ഐശ്വര്യങ്ങളും ദേവി പ്രദാനം ചെയ്തു. പുതിയ നഗരസ്ഥാപനത്തിനാവശ്യമായ ധനവും മനഃശക്തിയും അവർ നേടി. പിന്നീട് കലിംഗദേശം വിട്ട് വിക്രമാദിത്യൻ ഉജ്ജയിനിയിൽ താമസമാക്കി. 7 നിലകളിലുള്ള മാളികകളും മറ്റു രമ്യഹർമ്മ്യങ്ങളും ഉദ്യാനങ്ങളും പണികഴിപ്പിച്ച് ചുറ്റുമുള്ള വിശാലമായ സ്ഥലം കൃഷിക്ക് ഉപയുക്തമാക്കി സാധാരണക്കാർക്കായി അദ്ദേഹം വീതിച്ചു നൽകുകയും ചെയ്തു. കൃഷിയും കച്ചവടവും അവിടെ വൻ പുരോഗതി നേടി. ഏറെക്കാലത്തെ അന്വേഷണത്തിന് ശേഷം ഭട്ടി കണ്ടെത്തിയ ആ സ്ഥലമാണ് പിൽക്കാലത്ത് പേരും പെരുമയും മഹത്വവും നേടിയ ഉജ്ജയിനി എന്ന നഗരം. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം ഭട്ടിക്ക് തന്നെ ലഭിച്ചു. ഭട്ടിയുടെ കീഴിൽ 1000ഓളം മന്ത്രിമാരുണ്ടായിരുന്നു. അതിശക്തവും സുസംഘടിതവുമായ സൈന്യബലവും കൂടിയായപ്പോൾ അയൽരാജ്യങ്ങളിൽ പലതും വിക്രമാദിത്യൻ്റെ ആശ്രയം തേടിയെത്തി. വിക്രമാദിത്യ മഹിമ 14 ലോകത്തും എത്തി എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി തെല്ലുമില്ല.
ഒരിക്കൽ നാരദ മഹർഷി ദേവലോകത്തെത്തിയപ്പോൾ വിക്രമാദിത്യൻ്റെ ഭരണപാടവത്തെ പുകഴ്ത്തി സംസാരിച്ചു. അത് കേട്ടപ്പോൾ ദേവേന്ദ്രന് വിക്രമാദിത്യനെ ഒന്ന് കാണാൻ മോഹം തോന്നി. ഭൂമിയിലെ അതിപ്രബലനായ ആ മഹാരാജാവിനെ സ്വർഗത്തിൽ ക്ഷണിച്ചു വരുത്തി ഒന്ന് ആദരിക്കണം. വെറുതെ ചെന്ന് ക്ഷണിച്ചാൽ അദ്ദേഹം വരണമെന്നില്ലല്ലോ. അതിന് നല്ലൊരു മാർഗം നാരദൻ തന്നെ നിർദ്ദേശിച്ചു. സർവകലാവല്ലഭനാണ് വിക്രമാദിത്യൻ. ദേവലോകത്ത് അപ്സരസുകളിൽ അദ്വിതീയരായ ഉർവശിയും രംഭയും തമ്മിലുള്ള ഒരു നൃത്തമത്സരം. അതിൻ്റെ വിധികർത്താവായി വിക്രമാദിത്യനെ ക്ഷണിക്കുക. ദേവേന്ദ്രന് ആ ആശയം നന്നായി ബോധിച്ചു. 2 സുന്ദരിമാരും തമ്മിൽ ചെറിയൊരു ശീതസമരം പണ്ടു മുതലേ ഉണ്ട്. ഇവരിൽ ആരുടെ നൃത്തമാണ് കൂടുതൽ കേമം എന്ന് വിലയിരുത്താൻ ആരെക്കൊണ്ടാണ് കഴിയുക? അത്രത്തോളം മനോജ്ഞമാണ് ഇരുവരുടെയും നടനം. ദേവേന്ദ്രൻ വേഗം മാതലിയെ വിളിച്ചു. ദേവരഥം ചലിപ്പിക്കുന്ന സാരഥിയാണ് മാതലി. സൂര്യവേഗത്തിൽ രഥം ചലിപ്പിക്കാൻ കഴിവുള്ള മറ്റൊരാൾ ഇല്ല തന്നെ. ഉജ്ജയിനിയിലെത്തി വിക്രമാദിത്യ മഹാരാജാവിനെ ക്ഷണിച്ച് സ്വർഗത്തിലേക്ക് തേരിൽ കൊണ്ടുവരാനായിരുന്നു ദേവേന്ദ്രൻ്റെ നിർദ്ദേശം. മാതലിക്ക് പക്ഷേ ആ ദൗത്യം അത്ര നന്നായി തോന്നിയില്ല. ദേവസാരഥിയായ താൻ വെറുമൊരു രാജാവിനെ, അതും ഒരു മനുഷ്യനെ ആനയിക്കാനായി പോകുന്നത് കുറച്ചിലല്ലേ എന്നായിരുന്നു മാതലിയുടെ ചിന്ത. പക്ഷേ എതിരൊന്നും പറഞ്ഞില്ല. മാതലി നേരെ ഉജ്ജയിനിലെത്തി. രഥം കാണാമറയെ തൊളിപ്പിച്ച് കാൽനടയായി അദ്ദേഹം കൊട്ടാരത്തിലേക്കുള്ള പടികൾ കയറി. വിക്രമാദിത്യൻ മാതലിയെ ആദരവോടെ സ്വീകരിച്ചു. മഹാരാജാവിൻ്റെ ആതിഥ്യ മര്യാദകൾ ഏറ്റുവാങ്ങിയ ശേഷം മാതലി തൻ്റെ വരവിൻ്റെ ഉദ്ദേശം അവതരിപ്പിച്ചു. ഉർവശി രംഭമാരുടെ നൃത്തം വിലയിരുത്താൻ തക്ക പ്രാപ്തി തനിക്കുണ്ടോ എന്ന് മഹാരാജാവ് ഒരു നിമിഷം ശങ്കിച്ചു. പക്ഷേ ഭട്ടിക്ക് നിർബന്ധം. മഹാരാജാവ് ക്ഷണം സ്വീകരിച്ച് ദേവലോകത്തിലേക്ക് പോയേ മതിയാവൂ. താമസിച്ചില്ല. ദേവലോകത്തേക്ക് പുറപ്പെടാൻ തയ്യാറായി വിക്രമാദിത്യൻ പുറത്തു വന്നു. മാതലി തൻ്റെ രഥത്തിന് സമീപത്തേക്ക് അദ്ദേഹത്തെ ആനയിച്ചു. മാതലി തൻ്റെ ഇരിപ്പിടത്തിലേറി. വിക്രമാദിത്യനാവട്ടെ ആ അതിശയ വാഹനത്തിലേക്ക് കയറാനുള്ള പടിയിൽ വലതുകാൽ വെച്ചു. ആ നേരം മാതലിക്കൊരു കുസൃതി തോന്നി. അപകടകരമായ ഒരു വിനോദം. രഥം പെട്ടെന്ന് ചലിപ്പിച്ചു. അടുത്ത നിമിഷം സൂര്യരശ്മിയുടെ വേഗത്തിൽ അത് ആകാശത്തേക്ക് ഉയർന്നു പാഞ്ഞു. ഏതാണ്ട് 2,00,000 യോജന നിമിഷങ്ങൾ കൊണ്ട് താണ്ടിയതിനു ശേഷം മാതലി തിരിഞ്ഞു നോക്കി. ഒരു പടിയിൽ പെരുവിരലൂന്നി അതേ നിൽപ്പാണ് വിക്രമാദിത്യൻ. രഥവേഗമനുസരിച്ച് സ്വശരീരം അദ്ദേഹം തുലനം ചെയ്തതിനാൽ താഴെ വീണില്ല. ഒരു വിരലിൽ ഉയർന്ന് തപസ് ചെയ്യുന്ന സിദ്ധി മഹാതാപസന്മാർക്കെന്ന പോലെ വിക്രമാദിത്യനും ശീലിച്ചെടുത്തിരിക്കുന്നുവെന്നോ? ആ ക്ഷണം മാതലി തേരു നിർത്തി വിക്രമാദിത്യനോട് ക്ഷമയാചിച്ചു. കേവലം ഒരു മനുഷ്യനെന്നു കരുതി വിക്രമാദിത്യനെ അവഗണിച്ച തൻ്റെ അവിവേകം പൊറുക്കണമെന്നും മാതലി അപേക്ഷിച്ചു. വിക്രമാദിത്യ മഹാരാജാവ് ഒരു പുഞ്ചിരിയോടെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ഏതായാലും പിന്നീട് മാതലി തികഞ്ഞ ഭവ്യതയോടെയാണ് വിക്രമാദിത്യന് മുന്നിൽ പെരുമാറിയത്. ദേവലോകത്തെ കാഴ്ചകൾ വിക്രമാദിത്യ മഹാരാജാവിനെ അത്ഭുതപ്പെടുത്തി. ദേവേന്ദ്രൻ നേരിട്ട് വന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ദേവകളും ഋഷികളും സിദ്ധന്മാരും ഗന്ധർവ കിന്നരന്മാരുമെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയെത്തിയിരുന്നു. തികച്ചും പ്രൗഢഗംഭീരമായ സ്വീകരണം. കുറച്ച് ദിവസങ്ങൾ വിക്രമാദിത്യൻ ദേവലോകത്ത് ചെലവഴിച്ചു. ദേവേന്ദ്രനുമായി അദ്ദേഹം പലകുറി സൗഹൃദപരവും രാജ്യനൈതികപരവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ദിവസങ്ങൾ കഴിയുന്തോറും ഇന്ദ്രന് വിക്രമാദിത്യ മഹാരാജാവിനോടുള്ള ആദരവ് വർദ്ധിച്ചു വന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ ഉർവശിയും രംഭയും തമ്മിലുള്ള നൃത്തമത്സരം നടന്നു. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തൻ്റെ മാളികയുടെ മുന്നിലുള്ള അതിമനോഹരമായ പൂന്തോട്ടത്തിലൂടെ ഉലാത്തിയ വിക്രമാദിത്യൻ പാരിജാതം തുടങ്ങിയ സുന്ദര പുഷ്പങ്ങൾ ഇഴുത്തെടുത്ത് മനോഹരമായ 2 പൂച്ചെണ്ടുകൾ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചിരുന്നു. നൃത്തമത്സരം ആരംഭിക്കുകയായി. ഉർവശി രംഭമാർ സദസ്സിനെയും വിധികർത്താവിനെയും വന്ദിച്ചു. ആ സമയം വിക്രമാദിത്യൻ നർത്തകിമാർക്ക് ഓരോ പൂച്ചെണ്ടുകൾ സമ്മാനിച്ചു. നൃത്തവേളയിൽ ഈ ചെണ്ടുകൾ നിങ്ങളുടെ കൈകൾക്ക് അലങ്കാരമായിരിക്കട്ടെ, അദ്ദേഹം ആശീർവദിച്ചു. നൃത്തമത്സരം ആരംഭിച്ചു. കിന്നര ഗാനാലാപവും താളവൃന്ദവും
അതിമനോജ്ഞമായ നൃത്തച്ചുവടുകളും ലയഭാവങ്ങളും കണ്ട് സദസ്യർ സ്വയം മറന്നു. വേദിയിൽ അമൃതധാര പെയ്തിറങ്ങി. ആരുടെ നൃത്തമാണ് കൂടുതൽ കേമം? എങ്ങനെ തീരുമാനിക്കും? പെട്ടെന്ന് രംഭ തൻ്റെ വലതുകൈ ആഞ്ഞുകുടഞ്ഞു. ആ കയ്യിലായിരുന്നു പൂച്ചെണ്ട്. ചെണ്ട് അവൾ താഴെ എറിഞ്ഞു. അതോടെ താളം മുറിഞ്ഞു. ചുവടുകളുടെ നില തെറ്റി. ഉർവശി അപ്പോഴും സ്വപ്നത്തിലെന്നവണ്ണം നൃത്തം തുടരുകയായിരുന്നു. ഉർവശി വിജയിച്ചു. അവസാന ഘട്ടത്തിലെപ്പോഴോ രംഭയ്ക്ക് ചുവട് പിഴച്ചു. വിക്രമാദിത്യൻ തൻ്റെ വിധിന്യായം ഉറക്കെ പ്രസ്താവിച്ചു. ഞാൻ നൽകിയ ചെണ്ടുകൾക്കുള്ളിൽ കുത്തുന്ന കടന്നലുകളെയും മറ്റും ഒളിപ്പിച്ചിരുന്നു. വളരെ സാവധാനത്തിൽ അതിമൃദുലമായി ചെണ്ടു പിടിച്ചിരുന്നാൽ കടന്നലുകൾ പുറത്തു വരാത്ത രീതിയിലായിരുന്നു ആ പ്രാണികളെ അടക്കം ചെയ്തിരുന്നത്. ഉർവശി കൈ അമർത്തിയില്ല. രംഭയാകട്ടെ നൃത്തം മുറുകിയതോടെ സ്വയം പിരിമുറുക്കത്തിൽപ്പെട്ട് കൈകൾ അമർത്തി. ഉള്ളിലെ പ്രാണികൾ നല്ല കുത്തും കൊടുത്തു. സംഗീതവും നൃത്തവും പോലുള്ള കലകൾ അവതരിപ്പിക്കുമ്പോൾ കലാകാരന് ഗർവ് പാടില്ല. അഹങ്കാരമാണ് പിരിമുറുക്കമുണ്ടാക്കുന്നത്. സ്വശരീരത്തെക്കുറിച്ച് അമിതബോധമുണ്ടായാൽ നിലമറക്കും, ചുവട് പിഴയ്ക്കും. സ്വയം മറന്ന് സമർപ്പണഭാവത്തോടെ വേണം കല അവതരിപ്പിക്കാൻ. അവിടെ ജയത്തെക്കുറിച്ചോ തോൽവിയെക്കുറിച്ചോ ഉള്ള ചിന്ത പാടില്ല. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ വാക്കുകൾ അത്ഭുതാദരവോടെയാണ് സദസ്യർ ശ്രവിച്ചത്. കലകളുടെ മർമ്മം ഇത്രയും മനസ്സിലാക്കിയ മറ്റൊരാൾ ഇല്ല എന്നായിരുന്നു ദേവേന്ദ്രൻ്റെ അഭിപ്രായം. 2 നർത്തകികളെയും വിക്രമാദിത്യൻ അഭിനന്ദിച്ചു. ഉർവശിക്ക് പുരസ്കാരം ലഭിച്ചതുകൂടാതെ ദേവനർത്തകികളുടെ നേതൃസ്ഥാനവും കിട്ടി. രംഭയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. ഇരുവരും വിക്രമാദിത്യനെ വണങ്ങി ആശീർവാദങ്ങൾ നേടി. വിക്രമാദിത്യന് തൻ്റെ രാജ്യത്തേക്ക് മടങ്ങാനുള്ള സമയമായി. ദേവേന്ദ്രനും ഋഷിമാരും മറ്റു ദേവകളും അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഇന്ദ്രന് ത്രിലോകാധിപത്യം ലഭിച്ചപ്പോൾ ശ്രീപരമേശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ സുവർണ സിംഹാസനം ഇന്ദ്രൻ വിക്രമാദിത്യ മഹാരാജാവിന് സമ്മാനമായി കൊടുത്തു. അതിവിശേഷമായിരുന്നു ആ രത്നഖചിത സുവർണ സിംഹാസനം. 32 സോപാനവും കാവൽക്കാരായി 32 സാലഭഞ്ജികമാരുമുള്ള ദേവനിർമ്മിത സിംഹാസനമായിരുന്നു അത്. മാത്രമല്ല 1000 സംവത്സരം ആ മഹാസിംഹാസനത്തിലിരുന്ന് നാട് ഭരിക്കാനുള്ള വരദാനവും വിക്രമാദിത്യന് ലഭിക്കുകയുണ്ടായി. ദേവലോകത്തെ സകലരുടെയും അനുഗ്രഹാശിസ്സുകളോടെ വിക്രമാദിത്യൻ ഭൂമിയിലേക്ക് മടക്കയാത്ര ചെയ്തു. പുഷ്പക വിമാനത്തിലായിരുന്നു അദ്ദേഹത്തെ ഇന്ദ്രൻ യാത്രയാക്കിയത്. വിക്രമാദിത്യൻ മടങ്ങി വരുന്നതുവരെ ഭട്ടിയായിരുന്നു രാജ്യഭരണം നോക്കി നടത്തിയിരുന്നത്. മടങ്ങിയെത്തി ഭദ്രയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിക്രമാദിത്യൻ വീണ്ടും തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ മുഴുകി. അന്ന് വൈകുന്നേരം ദേവേന്ദ്രനാൽ ദാനം ചെയ്യപ്പെട്ട സിംഹാസനം സഭാമധ്യത്തിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഭക്ഷണവും മറ്റും കഴിഞ്ഞ് വിക്രമാദിത്യൻ ഭട്ടിയോട് ദേവലോകത്തെ വിശേഷങ്ങൾ വിസ്തരിച്ചു. 1000 വർഷം ആ മഹാസിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കാൻ തനിക്ക് വരം കിട്ടിയ കാര്യം വിക്രമാദിത്യൻ വിവരിച്ചപ്പോൾ ഭട്ടി ഒരു നിമിഷം നിശബ്ദനായി. അപ്പോൾ എൻ്റെ കാര്യമോ? ഭട്ടി ചോദിച്ചു. വിക്രമാദിത്യൻ ആലോചിച്ചു. ശരിയാണ്, 1000 വർഷം ഭട്ടി കൂടെയുണ്ടാവണമെന്നില്ലല്ലോ. തൻ്റെ പ്രിയ സഹോദരനും മന്ത്രിയുമായ ഭട്ടി സമീപത്തില്ലാതെ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ദേവലോകത്തെ കൗതുക കാഴ്ചകൾ കണ്ട് ഭ്രമിച്ചു പോയ താൻ ഭട്ടിയുടെ കാര്യം മറന്നത് ശരിയായില്ല. അതോടെ വിക്രമാദിത്യന് വല്ലാത്ത വ്യസനമായി. തനിക്ക് 1000 വർഷത്തെ ആയുസ്സ് ലഭിച്ചപ്പോൾ ഭട്ടിയുടെ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ പ്രയോജനം? സാരമില്ലെന്ന് വയ്ക്കുക, ഭട്ടി പറഞ്ഞു സമാധാനിപ്പിച്ചു. വിക്രമാദിത്യൻ തൻ്റെ ശയ്യാഗ്രഹത്തിലേക്ക് പോയി. അപ്പോഴും ഭട്ടിയുടെ ചിന്തയായിരുന്നു ആ മനസ്സിൽ. ഭട്ടിക്കും അന്ന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. വിക്രമാദിത്യനോടൊപ്പം തനിക്കും ജീവിതം വേണം. സഹോദരന്മാർ തമ്മിൽ പിരിയാൻ വയ്യ. അത്ര ഗാഢമായിരുന്നു അവർ തമ്മിലുള്ള ആത്മബന്ധം. ഭട്ടി എഴുന്നേറ്റ് നേരെ ഭദ്രാക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ഇരുന്ന് ഭഗവതിയെ സ്തുതിച്ചു. ഭഗവതി പ്രസന്നയായി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി. തൊഴുകയുമായി ഭട്ടി ഇങ്ങനെ പറഞ്ഞു. മഹേശ്വരി, ജ്യേഷ്ഠനെ വിട്ടുപോകുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും ആവില്ല. മരണത്തിലൂടെയാണെങ്കിൽ പോലും ആ വിയോഗം സംഭവിക്കുന്നതിനെക്കുറിച്ച് ഓർക്കാൻ വിഷമം തോന്നുന്നു. അദ്ദേഹത്തിന് 1000 വർഷം സിംഹാസനത്തിലിരിക്കാനുള്ള
വരം കിട്ടി. അദ്ദേഹത്തോടൊപ്പം എപ്പോഴും കഴിയാൻ ആഗ്രഹിക്കുന്ന ഈ ഉള്ളവന് മാത്രം അല്പായുസ്. 2000 വർഷം ജീവിച്ചിരിക്കണമെന്നാണ് അടിയൻ്റെ ആശ. അടിയനും ദീർഘായുസ് നൽകണമേ. പട്ടിയുടെ പ്രാർത്ഥന ഒരു പുഞ്ചിരിയോടെ ഭഗവതി കേട്ടു. ശരി, അങ്ങനെ തന്നെ. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്, ഭഗവതി മന്ദസ്വരത്തിൽ പറഞ്ഞു. അവിടുന്ന് ആജ്ഞാപിക്കുന്നതെന്തും അടിയൻ ചെയ്യാം. എങ്കിൽ വേഗം പോയി വിക്രമാദിത്യൻ്റെ ശിരസ്സറുത്ത് ക്ഷേത്രത്തിന് വെളിയിലുള്ള പീഠത്തിൽ വെക്കണം. ഒട്ടും മടിച്ചില്ല. പട്ടി അതിവേഗം വിക്രമാദിത്യൻ്റെ ശയനഗൃഹത്തിലെത്തി അദ്ദേഹത്തെ വിളിച്ചുണർത്തി. എന്താണ് വേണ്ടത്? വിക്രമാദിത്യൻ ഉറക്കച്ചടവോടെ ചോദിച്ചു. എനിക്ക് ആ ശിരസ് വേണം. പട്ടിയുടെ മറുപടി കേട്ട് വിക്രമാദിത്യൻ അമ്പരന്നു പോയി. പട്ടി കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞപ്പോൾ വിക്രമാദിത്യൻ തെല്ലും ശങ്കിച്ചില്ല. തലകുനിച്ചിരുന്നു. പട്ടി തൻ്റെ കരവാൾ കൊണ്ട് ആ ശിരസ് വെട്ടി നേരെ ക്ഷേത്രത്തിലേക്ക് നടന്നു. അവിടെ പുറത്തുള്ള പീഠത്തിൽ രക്തമൊലിക്കുന്ന ശിരസ് വെച്ച് പട്ടി നമസ്കരിച്ചു. ഭഗവതി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. 2000 വർഷത്തെ ആയുസ്സും നൽകി. അത് കേട്ട ഭട്ടി ഉറക്കെ ചിരിച്ചു. അതെന്തേ ഇത്ര ചിരിക്കാൻ? ഭദ്ര മന്ദസ്മിതത്തോടെ ചോദിച്ചു. അല്ല, ഈ വരങ്ങളൊക്കെ വിശ്വസിക്കാമോ എന്നറിയാതെ ചിരിച്ചു പോയതാണ്. വരങ്ങളെ വിശ്വസിക്കാമോ എന്നോ? വരം പാഴാവില്ല, ഉറപ്പാണ്. ഭദ്രയുടെ മറുപടി. ഈ ശിരസ് നോക്കൂ. 1000 വർഷം സിംഹാസനത്തിലിരുന്ന് ഭരിക്കാൻ വരം നേടിയ ശിരസാണിത്. വരം കിട്ടി 4 ആഴ്ച കഴിഞ്ഞില്ല. ഇതാ മൃതി അടഞ്ഞിരിക്കുന്നു. പട്ടിയുടെ വാക്കുകൾ കേട്ട ഭഗവതിയാണ് ഇക്കുറി പൊട്ടിച്ചിരിച്ചത്. നോക്കൂ, സ്വർഗത്തിലെ ദേവകളുടെ വരം പോലെയല്ല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിയന്ത്രിക്കുന്ന എൻ്റെ വരം. നിനക്ക് 2000 വർഷത്തെ ആയുസ് ഞാനിതാ നൽകിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനില്ലാതെ എനിക്കു തന്നെ എന്തിന് ഈ ജീവിതം? അദ്ദേഹത്തെ സേവിക്കാനാണ് ഞാൻ വരം ചോദിച്ചത്. ഭട്ടിയുടെ ബുദ്ധിശക്തിയിലും ദീർഘദൃഷ്ടിയിലും ശ്രീഭദ്ര പ്രസന്നയായി. ഭട്ടിയുടെ പ്രാർത്ഥന പോലെ വിക്രമാദിത്യന് ജീവൻ തിരികെ ലഭിച്ചു. മുറിഞ്ഞ ശിരസിനെ വിക്രമാദിത്യ ശരീരത്തിൽ ചേർത്ത് ജഗജ്ജനനി നൽകിയ തീർത്ഥം തെളിച്ചപ്പോൾ ഉറക്കമുണർന്നതുപോലെ വിക്രമാദിത്യൻ എഴുന്നേറ്റു വന്നു. നടന്നതെല്ലാം ഭട്ടി വിക്രമാദിത്യനോട് പറഞ്ഞു. ഭട്ടിയുടെ ഭക്തിയിലും അചഞ്ചല വിശ്വാസത്തിലും ബുദ്ധിശക്തിയിലും വിക്രമാദിത്യന് അഭിമാനം തോന്നി. എങ്കിലും ചെറിയൊരു ദുഃഖം. എനിക്ക് 1000 വർഷമാണ് ആയുസ്, ഭട്ടിക്ക് 2000 വർഷവും. എൻ്റെ കാലം കഴിഞ്ഞും 1000 വർഷം കൂടി ഭട്ടി ജീവിച്ചിരിക്കും. ഭട്ടിയോടൊപ്പം അത്രയും നാളുകൾ കൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ. ഭട്ടി അതിന് നല്ലൊരു പോംവഴി കണ്ടുപിടിച്ചു. 1000 വർഷം സിംഹാസനത്തിലിരുന്ന് ഭരിക്കാനാണല്ലോ വിക്രമാദിത്യന് ലഭിച്ച വരം. അതിനിടയിൽ 1000 വർഷം സിംഹാസനം വെടിഞ്ഞ് വനസഞ്ചാരം ചെയ്താൽ ആകെ 2000 വർഷം ആയുസ് കിട്ടില്ലേ? വിക്രമാദിത്യൻ ആലോചിച്ചു. ഭട്ടി പറഞ്ഞത് ശരിയാണ്. 6 മാസം ഭരിക്കുക, പിന്നെ 6 മാസം വനത്തിൽ ജീവിക്കുക. കാടാറു മാസം, നാടാറു മാസം. രസകരമായിരിക്കും ആ ജീവിതം. കാട്ടിലും നാട്ടിലുമായി വിക്രമാദിത്യ ചക്രവർത്തി 2000 സംവത്സരം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ സാഹസകൃത്യങ്ങൾക്ക് കണക്കില്ല. 1-ാമത്തെ പടിയിൽ നിന്ന സാലഭഞ്ജിക തൻ്റെ ഭാഷണം അവിടെ നിർത്തി. സാലഭഞ്ജിക പറഞ്ഞ കഥ കേട്ട് ഭോജരാജാവ് ആശ്ചര്യം കൂറി. മണ്ണിനടിയിൽ പുതഞ്ഞുകിടന്ന ആ സിംഹാസനം ആരുടേതെന്നും അതിൻ്റെ മഹത്വം എന്തെന്നും ഭോജരാജാവിന് മനസ്സിലായി. അങ്ങനെയുള്ള മഹാനായൊരു രാജാവിൻ്റെ വിശേഷപ്പെട്ട സിംഹാസനത്തിൽ കയറിയിരിക്കാനുള്ള യോഗ്യത അങ്ങേക്കുണ്ടോ എന്ന് നന്നായി ആലോചിക്കുക. അതിനുശേഷം പോരെ ഈ ആഘോഷം? സാലഭഞ്ജിക ചോദിച്ചു. നേരം അപ്പോഴേക്കും സന്ധ്യയായിരുന്നു. സിംഹാസനാരോഹണ ചടങ്ങ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഭോജരാജൻ സന്ധ്യാവന്ദനത്തിനും പ്രാർത്ഥനയ്ക്കുമായി തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി.